നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ നിർണായക തെളിവുകൾ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചത് നിർണായകമായ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. ഈ ഫോണിൽ നിന്നും പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണനെ കൂടുതൽ ചോദ്യം ചെയ്തിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ പല വിവരങ്ങളും ഉണ്ണികൃഷ്ണൻ വെളിപ്പെടുത്തി. ഇതിന് പിന്നാലെയാണ് ഇയാളുടെ ഫോൺ പരിശോധിച്ചത്. ഉണ്ണികൃഷ്ണന്റെ ഫോൺ കൂടുതൽ പരിശോധിച്ചപ്പോൾ ചില കാര്യങ്ങളിലൊരു വ്യക്തത വന്നു. അതായത് ഉണ്ണികൃഷ്ണന് ഭാര്യയേക്കാൾ താല്പര്യം ആൺ സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കാനായിരുന്നു. ഉണ്ണികൃഷ്ണന് ആൺ സുഹൃത്തുക്കളോടാണ് കൂടുതൽ താല്പര്യമെന്ന് ഫോണിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആൺ സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര ചെയ്യാനായിരുന്നു, അവർക്കൊപ്പം സമയം ചെലവഴിക്കാനായിരുന്നു ഉണ്ണികൃഷ്ണൻ കൂടുതലായും ശ്രമിച്ചത്. അതിനായിരുന്നു ഉണ്ണികൃഷ്ണന് കൂടുതലും താല്പര്യം. മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലെ പല ആൺ ഗ്രൂപ്പുകളിലും ഇയാൾ സജീവമായിരുന്നുവെന്നും ഇയാളുടെ ഫോൺ പരിശോധനയിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, മറ്റൊരു നിർണായകമായ കാര്യം, ഗ്രീമ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് തന്നെ ഇയാൾ അവഗണിക്കുന്നു, അല്ലെങ്കിൽ തനിക്കൊരു ഭർത്താവെന്ന സ്നേഹം കിട്ടുന്നില്ല, മാത്രമല്ല ഇയാൾ പലപ്പോഴായി തന്നെ അവഗണിക്കുകയാണ് എന്നതടക്കമുള്ള ഒരു കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു പരിഭവമൊക്കെ ഈ ഗ്രീമയുടെ ഭാഗത്ത് നിന്നും ആത്മഹത്യാക്കുറിപ്പിൽ അടക്കമുണ്ടായിരുന്നു. ബന്ധുക്കൾ അടക്കമുള്ളവർ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് എന്താണ് ഒരു കാരണം? ഗ്രീമയെ എന്തുകൊണ്ട് ഇയാൾ അവഗണിച്ചു എന്നതിനൊരു പ്രധാന കാരണം, അതിനുള്ള ഒരു കാരണം എന്താണ് എന്നതടക്കമുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. നിലവിൽ പോലീസിന്റെ നിഗമനം, ഇയാൾക്ക് ആൺ സുഹൃത്തുക്കളോടാണ് കൂടുതലും താല്പര്യം, ആൺ സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്യാനായിരുന്നു താല്പര്യം, ആൺ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാനായിരുന്നു താല്പര്യം. അതുകൊണ്ടായിരിക്കാം ഗ്രീമയെ അവഗണിച്ചത് എന്ന നിഗമനത്തിലാണ് പോലീസ് നിലവിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇയാളെ കോടതിയിൽ ഹാജരാക്കി. നിലവിൽ ഇയാൾ റിമാൻഡിലാണ്. എന്തായാലും ഈ ഒരു പുതിയൊരു വിവരം, അതായത് ഫോൺ പരിശോധനയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഇയാൾ എവിടെയൊക്കെ അംഗമായിരുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രൂപ്പുകളിലുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇയാളുടെ ഫോണിൽ നിന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഫോണിൽ വിശദമായ പരിശോധനയിൽ ഇത്തരത്തിലൊരു നിർണായകമായ വിവരത്തിലാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് റിപ്പോർട്ട് വന്നിരുന്നു. ആ പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്, ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ പരസ്യമായിട്ട് ഗ്രീമയെ അപമാനിച്ചു, ഇതുകൊണ്ടാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നിരന്തരമായ അവഹേളനത്തിൽ അമ്മയ്ക്കും മകൾക്കും കഠിനമായ മാനസിക വിഷമമുണ്ടായി. ഭർത്താവിൽ നിന്ന് ഗ്രീമ മാനസിക പീഡനം അനുഭവിച്ചു. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപും ഭർത്താവ് ഉണ്ണികൃഷ്ണൻ പരസ്യമായി ഗ്രീമയെ അപമാനിച്ചു. നിരന്തരമായി ഭാര്യയെ കാണാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇയാൾ ഇതിൽ നിന്ന് സമ്മതിച്ചില്ല. മാത്രമല്ല, പ്രതിയായ ഉണ്ണികൃഷ്ണനെ മുംബൈയിൽ നിന്ന് പിടികൂടി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തിച്ചിരുന്നു. ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതും ഭാര്യയോടുള്ള ക്രൂരതയും ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്. ഇരുവരുടെ ആത്മഹത്യക്ക് പിന്നാലെ കണ്ടെടുത്ത ആത്മഹത്യക്കുറിപ്പിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ച് ഗുരുതര ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതോടെ അയർലൻഡിലേക്ക് ഇയാൾ കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈ പോലീസാണ് മുംബൈ എയർപോർട്ടിൽ വെച്ച് ഇയാളെ പിടികൂടിയത്. ഭാര്യയും അമ്മയും മരിച്ചത് അറിഞ്ഞിട്ടും രക്ഷപ്പെടാനായിരുന്നു ഇയാളുടെ ശ്രമം. അതേസമയം ഗ്രീമയുടെ അമ്മ സജിതയുടെ അമിത വാത്സല്യവും സ്വാർത്ഥതയുമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും ഉണ്ണികൃഷ്ണന്റെ ബന്ധുക്കൾ വാദിക്കുന്നുണ്ട്. ബന്ധുക്കളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതായത് അമ്മ ഒരുപാട് ലാളിച്ചു, അപ്പോൾ അമ്മയുടെ അമിത വാത്സല്യം ഇതൊക്കെ ഈ ഒരു വിവാഹ ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴ്ത്താൻ കാരണമായി എന്നതടക്കമുള്ള ഒരു ആരോപണം ഉണ്ണികൃഷ്ണന്റെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് കേസിൽ വ്യക്തത വരുത്തുക എന്ന നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. അറസ്റ്റിലായ ഉണ്ണികൃഷ്ണനെ പൂന്തുറ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ കുറ്റങ്ങളാണ് ഉണ്ണികൃഷ്ണനെതിരെ ചുമത്തിയിട്ടുള്ളത്. തന്റെയും അമ്മയുടെ മരണത്തിന് ഉത്തരവാദി ഭർത്താവാണെന്നായിരുന്നു മരിച്ച ഗ്രീമയുടെ അവസാന വാക്കുകൾ. വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ പ്രതി ഗ്രീമയെ ഉപേക്ഷിച്ചു, നിരന്തര മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നതടക്കമുള്ള ആരോപണം ഗ്രീമയുടെ ബന്ധുക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് ഗ്രീമയുടെ അമ്മയുടെ സ്വാർത്ഥതയിലേക്ക് ചർച്ചകൾ എത്തുന്നത്. തിരുവനന്തപുരത്തെ അതിപ്രശസ്ത കുടുംബമാണ് ഉണ്ണികൃഷ്ണൻ്റേത്. ഉണ്ണികൃഷ്ണനെ ന്യായീകരിച്ച് കുടുംബം രംഗത്തെത്തുമ്പോൾ കേസിൽ അട്ടിമറി സാധ്യതകൾ ഉണ്ടോ എന്നതടക്കമുള്ള ഒരു സംശയം കൂടി നിലവിൽ ഉടലെടുക്കുന്നുണ്ട്. അറസ്റ്റിലായ ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ നിരപരാധിയാണെന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഉണ്ണികൃഷ്ണന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്നും അമ്മ സജിതയുടെ ഗ്രീമയോടുള്ള അമിത വാത്സല്യവും
സ്വാർത്ഥതയുമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമെന്നുമാണ് ഈ ഉണ്ണികൃഷ്ണൻ്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. പക്ഷേ മരണവീട്ടിൽ എന്തിന് ഗ്രീമയെ ഇയാൾ അപമാനിച്ചു എന്ന ചോദ്യത്തിന് ഉണ്ണികൃഷ്ണൻ്റെ ബന്ധുക്കൾക്ക് ഉത്തരമില്ല. മാത്രമല്ല അമ്മയെ കുറ്റപ്പെടുത്തുന്ന നിലപാടാണ് ഉണ്ണികൃഷ്ണൻ്റെ ബന്ധുക്കൾ സ്വീകരിച്ചത്. ഉണ്ണികൃഷ്ണനും ഗ്രീമയ്ക്കും ഒരു സ്വകാര്യതയും അമ്മ സജിത നൽകിയിരുന്നില്ല. സജിതയുടെ നിയന്ത്രണത്തിലാണ് ഗ്രീമ ജീവിച്ചിരുന്നത്. ഹണിമൂൺ ട്രിപ്പിനിടെ പോലും നിരന്തരം ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തി. ഗ്രീമയെ അയർലൻഡിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചു. പക്ഷേ സജിത സമ്മതിച്ചില്ല. ഫോൺ വിളിച്ചാൽ പോലും സ്പീക്കർ ഓൺ ചെയ്ത് സജിത സംസാരിക്കും. ഇതിനെ തുടർന്ന് 2 തവണ കൗൺസിലിംഗ് നടത്തി. പക്ഷെ അത് പരാജയപ്പെട്ടു. തർക്കമുണ്ടാകുമ്പോൾ സജിത ആത്മഹത്യാ ഭീഷണി മുഴക്കുമെന്നും ഭീഷണി മൂലമാണ് ബന്ധം പിരിയുക എന്ന തീരുമാനത്തിലെത്താൻ വൈകിയതെന്നും ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ പറയുന്നു. പ്രശ്നങ്ങളെക്കുറിച്ച് പുറത്തറിയുന്നത് വലിയ അഭിമാന തകർച്ചയായി സജിത കണ്ടു. എന്തായാലും അതൊരു അഭിമാന പ്രശ്നമായിട്ട് അവർ കണ്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെയാകാം എന്തുകൊണ്ട് ഗ്രീമ ഇത്തരത്തിൽ ഈ പ്രശ്നമുണ്ടായിട്ടും അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ഇത്രയും വിള്ളലുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഗ്രീമ ഒരു ഡിവോഴ്സിന് ശ്രമിച്ചില്ല, അല്ലെങ്കിൽ ബന്ധം വേർപെടുത്താൻ അത്തരത്തിലേക്ക് ശ്രമിച്ചില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമായിരുന്നു. എന്തായാലും അതൊരു അഭിമാന പ്രശ്നമായിട്ട് അവർ കണ്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ടാണ് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമവും ഉണ്ടാകാതിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിയെ പിടികൂടിയത് ഏറ്റവും ശ്രദ്ധേയമാണ്. കമലേശ്വരം ആര്യൻകുഴിക്ക് സമീപം ശാന്തി ഗാർഡൻസിൽ പരേതനായ റിട്ടയർഡ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ രാജീവിന്റെ ഭാര്യ SL സജിത 54 വയസ്സ്, മകൾ ഗ്രീമ 30 വയസ്സ് എന്നിവരെയാണ് കഴിഞ്ഞ ബുധനാഴ്ച വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജോലിസ്ഥലമായ അയർലൻഡിലേക്ക് പോകാൻ തിരുവനന്തപുരത്ത് നിന്ന് വിമാനത്തിൽ മുംബൈയിലെത്തിയപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പിടിയിലായത്. പൂന്തുറ പോലീസ് പുറപ്പെടുവിച്ച ലുക്കൌട്ട് നോട്ടീസ് പ്രകാരമാണ് ഇയാളെ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചത്. മുംബൈയിലെ അന്തേരി കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരുന്നു ഉണ്ണികൃഷ്ണനെ തീവണ്ടി മാർഗം ശനിയാഴ്ച രാത്രിയോടെ പൂന്തുറ സ്റ്റേഷനിലെത്തിച്ചത്. SS റിജേഷ്, CPO സനൽ എന്നിവരാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഈ ഒരു കേസിൽ ഈ ഉണ്ണികൃഷ്ണന്റെ സഹോദരന്റെ വെളിപ്പെടുത്തൽ കൂടി ഏറെ നിർണായകമായി മാറുകയാണ്. ഗ്രീമയുടെ തന്റെ സഹോദരന്റെ സ്വകാര്യതയിലേക്ക് അമ്മ ഇടപെട്ടു. മാത്രമല്ല പല ഘട്ടങ്ങളിലും ഗ്രീമ അമ്മയ്ക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ഉണ്ണികൃഷ്ണൻ നാട്ടിലെത്തുമ്പോൾ വൈകിട്ട് വരെ വീട്ടിൽ നിന്ന ശേഷം രാത്രി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോകുന്നതാണ് രീതി. ഇവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് നഗരത്തിൽ ഒരു വക്കീലിനെ കണ്ടിരുന്നു. ജോയിന്റ് പെറ്റീഷന് നൽകിയിരുന്നു. തീർച്ചയായിട്ടും നിർണായകമായ വെളിപ്പെടുത്തലുകൾ നിർണായകമായ ഘട്ടത്തിൽ കേസെത്തി നിൽക്കുന്നു. ഉണ്ണികൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചത് വളരെയധികം ഒരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 21-നായിരുന്നു ഗ്രീമയെ അമ്മ സജിതയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ളതായിരുന്നു ഇവർ എഴുതിയ കുറിപ്പുകൾ, ആത്മഹത്യാ കുറിപ്പുകൾ. തങ്ങളുടെ പേരിലുള്ള സ്വത്തുക്കൾ ഉണ്ണികൃഷ്ണന്റെ കൈകളിൽ എത്തരുതെന്ന് ഗ്രീമ എഴുതിയ കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഒരു പെണ്ണിന്റെ ശാപം വീണതാണ് ഈ സ്വത്തുക്കൾ. ഉണ്ണിയും ഉണ്ണിയുടെ സഹോദരന്മാരും ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ ഇടവരരുത്. എൻ്റെ മാമന്മാർ അനുഭവിക്കുന്ന എനിക്കും എൻ്റെ അമ്മയ്ക്കും സന്തോഷം. ദയവ് ചെയ്ത് ഇത് ആരും അവഗണിക്കരുത്. നിങ്ങൾ എല്ലാവരും കൂടി ദയവായി മുൻകൈ എടുത്തത് നടപ്പാക്കണം. എൻ്റെ അവസാനത്തെ അപേക്ഷയാണ് എന്നായിരുന്നു ഗ്രീമയുടെ കുറിപ്പിൽ പറഞ്ഞിരുന്നത്. താനും മകളും ജീവനെടുക്കാൻ കാരണം ഉണ്ണികൃഷ്ണനാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സജിതയുടെ കുറിപ്പ്. 6 വർഷത്തോളം മകൾ നേരിട്ടത് കടുത്ത അവഗണനയും മാനസിക പീഡനവുമാണെന്ന് സജിത പറഞ്ഞിരുന്നു. മകൾ കെഞ്ചിക്കരഞ്ഞിട്ട് അവന് വേണ്ട, പിരിയാൻ തക്കതായ കാരണങ്ങളൊന്നുമില്ല എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അതിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.